ആസൂത്രിതമായ ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് അത് പൂർണ്ണമായും പരാജയപ്പെടുത്തി. കോഴിക്കോട് പയ്യാനക്കലിലാണ് ഇന്ന് നാടിനെ നടുക്കിയ ഒരു സംഭവം നടന്നത്. രാവിലെ 9 മണിക്കാണ് സംഭവം. കാസർഗോഡ് പരപ്പ സ്വദേശിയായിട്ടുള്ള സിനാൻ അലി യൂസഫാണ് സംഭവത്തിലെ പ്രതി. ബീച്ച് ആശുപത്രിക്ക് സമീപത്ത് നിന്നും ഒരു ടാക്സി കാർ മോഷ്ടിക്കുന്നു. അതും ടാക്സിയുടെ യഥാർത്ഥ ഉടമ മൂത്രമൊഴിക്കാൻ പോയ സമയത്താണ് ടാക്സി കാർ മോഷ്ടിച്ച് പയ്യാനക്കൽ ഭാഗത്തേക്ക് പോകുന്നത്. പയ്യാനക്കൽ ഭാഗത്തെത്തുമ്പോൾ മദ്രസ കഴിഞ്ഞ് ഫുട്ബോൾ കളിയും കഴിഞ്ഞ് റോഡിനിരുവശത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടു. 10 വയസ്സുള്ള വിദ്യാർത്ഥിയോട് കാറിൽ കയറാനും വീട്ടിലേക്ക് ആക്കി തരാമെന്നുമായിരുന്നു ഈ പ്രതിയായിട്ടുള്ള സിനാൻ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടി അത് വിസമ്മതിച്ചു. പിന്നാലെ നിർബന്ധിപ്പിച്ച് കാറിൽ കയറ്റി. തൊട്ടു പിന്നാലെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ഫൗസിക്ക് അങ്ങോട്ടേക്ക് എത്തുന്നത്. സംശയം തോന്നിയപ്പോൾ ആരാണ്, എന്താണ്, എങ്ങോട്ടേക്കാണ് എന്നതെല്ലാം ഫൗസിക്ക് വളരെ വിശദമായി തന്നെ ചോദിച്ചു. ഞാൻ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഇങ്ങനെ സൈഡാക്കുന്നു. ആ കുട്ടീനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം എന്നുവെച്ചാൽ ആ കുട്ടി പിന്നെ പോയിട്ട് പിന്നെ കുട്ടീനെ റിട്ടേൺ വിളിക്കുക. അത് ഞാൻ അങ്ങനെ ഒക്കെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണ് വരുന്നത്. കാരണം വെച്ചാൽ ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ കാണുന്നപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സിൽ എനിക്കും കുട്ടികളുള്ളതല്ലേ, ഇപ്പോൾ ആ ശ്രദ്ധയാണ്. പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അവ്യക്തതയുണ്ടായിരുന്നു. ഇത് സംശയം ബലപ്പെട്ടപ്പോൾ നാട്ടുകാരെയും വിളിച്ചു വരുത്തി. ഡോറ് തുറക്കുന്നതാണ്. അയ്യോ ഓടാന്ന് ചോദിച്ചു. ഈ എന്തിനാ കുട്ടീനെ ചോദിച്ചത്? അല്ല, ഞാൻ ആ കുട്ടീനെ വീട്ടിലാക്കി കൊടുക്കാന്ന് പറഞ്ഞു. കുട്ടീൻ്റെ ആരാന്ന് വെച്ചു. എല്ലാം അയ്യോ ഓടാ സ്ഥലം എന്ന് ചോദിച്ചാണ്. അപ്പോൾ ഞാൻ കാസർഗോഡാന്ന് പറയാം. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പന്തികേടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ അതിങ്ങോട്ട് മേടിച്ച് ചാവി ഇങ്ങോട്ട് ചാവി കൊണ്ട് ഞാൻ പറഞ്ഞു ഈ പുറത്തേക്ക് ഇറങ്ങുന്ന പറഞ്ഞപ്പോൾ തട്ടിക്കൊണ്ടുവന്നതിൻ്റെ സൂചന ഓനെ ഇതിന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ഓൻ്റെ സാധനത്തിനൊരു മുണ്ടിൻ്റെ കെട്ടുണ്ട്. ആ കെട്ട് കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി പിന്നെ എന്തോ ഒരു മയക്കുമരുന്ന് സംഭവമുള്ള. അപ്പോൾ അതിൽ ചെറിയൊരു എന്തൊക്കെ ഒരു മയക്കുമരുന്ന് പൊതികളൊക്കെ ഉണ്ട്. സാറ് വന്നപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തു. സാറിന് ഇങ്ങനെ സംഭവം. പിന്നാലെ നാട്ടുകാരെല്ലാം ചേർന്ന് ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇത് കാസർഗോഡ് സ്വദേശിയാണെന്നും കാർ മോഷ്ടിച്ചതാണെന്നും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണ് ഇയാൾ കാറിൽ കയറ്റിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പിന്നാലെ പന്നിയങ്കര പോലീസും എത്തി. ഇയാൾക്ക് പിന്നെ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ ശരീരത്തിൽ മുഴുവൻ പരിക്കുണ്ട്. മുൻ പരിക്കുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ മർദ്ദനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട് ഇയാൾ. അപ്പോൾ ഇയാളെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഇയാള് സ്ഥിരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അതിന്റെ ട്രീറ്റ്മെന്റും ഇയാള് വിധേയനായിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് നേരത്തെ മുൻ കേസുകളുണ്ട്. കർണാടക പോലീസിനെ ആക്രമിച്ച് കരിങ്കല്ല് കൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ച ഒരു കേസ് കർണാടകയിലെ സുള്ളി പോലീസ് സ്റ്റേഷൻ ഇയാൾക്ക് ഒരു കേസുണ്ട്. അതുപോലെ തന്നെ അത്തൂർ പോലീസ് സ്റ്റേഷനിലും ഇയാളുടെ പേരിലൊരു കേസുണ്ട്. കാറിലുണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചപ്പോഴാണ് കാർ മോഷ്ടിച്ചതാണ് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാവുന്നത്. ആ കാറ് തിരികെ അവർക്ക് ലഭിക്കുകയും ചെയ്തു. എന്നാൽ പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. നേരത്തെ മറ്റു പല കേസുകളിലും ഇയാൾ പ്രതിയാണ്. അതുമാത്രമല്ല, ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സിനാൻ അലി യൂസഫ് ശ്രമിച്ചത്. കർണാടകയിലേക്ക് കടത്താനുമായിരുന്നു ശ്രമം. എന്നാൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും ആ നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ആ കുട്ടിക്ക് രക്ഷയായി മാറി എന്നുള്ളതാണ് കാര്യം. എന്തായാലും പന്നിയങ്കര പോലീസ് ഈ പ്രതിയെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുകയാണ്. മറ്റു സ്റ്റേഷനുകളിൽ, മറ്റു സംസ്ഥാനങ്ങളിലടക്കം ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുണ്ടോ, മറ്റു കേസുകളുണ്ടോ എന്നതുകൂടെയാണ് അന്വേഷണം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.